റിയാസ്, വെൽക്കം ബാക്ക്. കാരണം ഇന്നലെ രാത്രി 8 തൊട്ട് 8:30 വരെ കലക്കി ഉഴുതുമറിച്ചു. അപ്പൊ നമുക്ക് വീണ്ടും തുടങ്ങാം. സവാരി ഗിരിഗിരിയാണ് തുടങ്ങുന്നത്. സവാരി ഗിരിഗിരി, സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ സഹായിക്കാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ രാജീവ്. പക്ഷേ ഇന്ന് രാജീവല്ല. ഇന്ന് റിയാസിനെ സഹായിക്കാൻ വരുന്നത് ഒരു സുന്ദരിയായ ഒരു നടിയാണ്. മാത്രമല്ല തമിഴ്, മലയാളം പല ഭാഷകളിൽ അഭിനയിച്ച് ഒരുപാട് അവാർഡ്സൊക്കെ കിട്ടിയ ഒരു നടിയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത ഫ്രണ്ടാണ്, എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു നായികയാണ് പ്രിയങ്ക നായർ. വെൽക്കം പ്രിയങ്ക. നമസ്കാരം പ്രിയങ്ക. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഞാൻ ടിവിയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാംസിൽ ഞാൻ ചേട്ടന്റെ കോമഡി കണ്ടിട്ടുണ്ട്, ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. താങ്ക് യു. പക്ഷെ പ്രിയങ്ക അന്ന് എന്റെ വീട്ടിൽ വന്നപ്പോ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. അതെന്താ ചേട്ടാ? അതൊന്നും അല്ല, റിയാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഭയങ്കര ഓവർ ആക്ടിങ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ. അയ്യോ അതെ, കുഴപ്പമില്ല. ചേട്ടൻ ആദ്യം ഒരു ശ്രമം നടത്തും, എങ്ങനെയെങ്കിലും ഒരു തമ്മിൽ തല്ലിക്കാൻ. എന്നെ സഹായിക്കാൻ വന്ന ആളാണല്ലോ. അപ്പൊ ഒന്ന് ഉടക്കിയിട്ട് കഴിഞ്ഞാൽ. അതെ. അപ്പൊ എൻ്റെ അടുത്ത് ഇതുപോലെ റിയാസ് വന്നപ്പോൾ ചോദിച്ചു, ആരാണ് എൻ്റെ ഈ സവാരി ഗിരിയിൽ ഗസ്റ്റായിട്ട് വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ തമിഴിലൊക്കെ ഏതോ തമിഴ് മലയാളത്തിലൊക്കെ അഭിനയിച്ച പ്രിയങ്ക നായർ. വേറെ ആരെയും കിട്ടിയില്ല എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഞാനല്ല, അമൃത ടിവിയാണ് വിളിക്കുന്നത്. പ്രിയങ്ക ഇപ്പൊ മനസ്സിലായല്ലോ എന്താ ഉദ്ദേശം, ചേട്ടാ ഉദ്ദേശം മനസ്സിലല്ലേ? നമ്മളെ ഞാനും പ്രിയങ്കയും തമ്മിൽ ജഗട അതിനുള്ള പ്രിയങ്കയുടെ ഉറുകുതേ പറയില്ലേ, ആ പാട്ട് തന്നെ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഉറുകിതേ എന്നുള്ള പാട്ടോട് കൂടി നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങാം. ഉരുകുതേ മരകുതേ ഒരേ പാർവയാലേ ഉലകമേ സുഴലുതേ ഒന്നെ பார்த்ததாலே தங்கம் உருகுதே அங்கம் கலையுதே வெக்கமுடையுதே முத்தம் தோடருதே சொக்கித்தானே போகிறேனே மாமா கொஞ்சம் நாளா உருகுதே மருகுதே ஒரே பார்வையாலே உலகமே சுழலுதே ஒன்ன பார்த்ததாலே. ദിമപനി സരിഗാരി സരി ബഗാരി ഗമ ഗമ ഗാരി നീ പനീരി നീ സ ഉരുഹിതേ തരിരീരനാരി. സംഗീതം ഒരു സംഭവമാണ്. നന്നായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. സൂപ്പർ. പ്രിയ ആരാന്ന് വിചാരിച്ചേ? പ്രിയ പാടും ഡാൻസ് ചെയ്യും എന്ന് വേണ്ട, ഒരു സകലകലാ വല്ലഭയാണ്. അപ്പോ പ്രിയ, നമ്മുടെ ചോദ്യങ്ങൾ മുഴുവൻ ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിൽ നിന്നാണ്. ഒരുപാട് പ്രിയപ്പെട്ട സിനിമയാണ് ചേട്ടാ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ട സിനിമകളിൽ ഒന്നാണ്. ടെൻഷൻ അടിക്കുമ്പോ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകളിൽ ഒന്നാണ്. ചേട്ടന്റെ മനോഹരമായ പാട്ടുകളുള്ള സിനിമയാണ്. അതെ, ഞാൻ സിദ്ദിഖ് ലാലിന്റെ പടങ്ങളിലെ എല്ലാ പടങ്ങളിലും പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിന് ഞാനിപ്പോ സിദ്ദിഖിന്റെ അടുത്തും ലാലിന്റെ അടുത്തും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. മുകേഷ് അവതരിപ്പിച്ച മഹാദേവൻ എന്ന കഥാപാത്രത്തിന്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് എവിടെയാണ്? എ ദുബായ്, ബി ബോംബെ, സി കുവൈറ്റ്. ടൈം സ്റ്റാർട്ട്സ് നൗ. 20 seconds. എ ദുബായ്, ബി ബോംബെ, സി കുവൈറ്റ്. പ്രിയങ്ക, ചേട്ടാ ബി അല്ലേ ഉത്തരം എന്ന് ഞാൻ ചേട്ടാ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. നാണം കെടുത്തരുത്, എന്നെ കൂടെ നാണം കെടുത്തരുത്. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. സി ആണ്. സി വെരി ഗുഡ്. കുവൈറ്റ് ആണ് ചേട്ടാ, പറഞ്ഞോ. സി കുവൈറ്റ് ഉത്തരം ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അല്ല, റിയാസിന്റെ മുഖത്തെ ഒരു സന്തോഷം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പെണ്ണ് വന്നപ്പോഴത്തേക്ക്, കാരണം ചുമ്മാ ബി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ മുഖത്തെ ആ ഒരു വികാരം കണ്ടപ്പോ ഉണ്ടല്ലോ. ചേട്ടാ വീണ്ടും കുഴപ്പമുണ്ടാക്കുകയാണ്.
എന്തൊരു ഇതുവരെ ഇല്ലായിരുന്ന പുള്ളിയുടെ കൂടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നപ്പോ എടാ നിന്നെ ഞാൻ കണ്ണൂര് കയറ്റി വിടുമെന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഇങ്ങനെ അങ്ങ് തകർക്കുകയാണ്. എന്തായാലും ഈ എപ്പിസോഡിന്റെ വീട്ടിലെന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ കാണിക്കണം. ഇല്ല, അവർക്ക് മനസ്സിലാകും. കാരണം റിയാസ് നല്ലൊരു മനുഷ്യനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സോ സി കുവൈറ്റ്, കൺഗ്രാറ്റുലേഷൻസ്. ശരി ഉത്തരമാണ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. താങ്ക് യു പ്രിയങ്ക. സവാരി ഗിരിഗിരിയിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം. ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നിൻ കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ വെറുതെ കോലം തുള്ളും മനസ്സേ പാവം നീയും വഴിയിൽ ചേക്കയുണരും പാലുവിറയും പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങൻ ഉരുവാലനടുങ്ങുമ്പോൾ ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നിൻകിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ. കണ്ട ആ കുറുവാലം നനങ്ങുമ്പോഴൊക്കെ എനിക്ക് അങ്ങോട്ട് ചെറിയ സ്ലിപ്പ് പോലെ വന്നു. കാര്യം എന്താണെന്നറിയോ? 7 മാസമായി ഗാനമേള പാടിയിട്ട്. ഈ ഗാനരംഗത്തിനിടയിൽ കാണിക്കുന്ന ഹാസ്യ നടി ആരാണ്? എ ഫിലോമിന, കനകലത, സി തെസ്നിക്കൻ. അത് ഞാൻ പ്രിയങ്ക ചേട്ടാ ആ പാട്ടൊന്ന് ഓർത്ത് നോക്കിക്കേ. മുകേഷ് ചേട്ടന്റെ സീനൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അതിന് ആ ഒരു ചേട്ടാ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു പേപ്പർ റോക്കറ്റ് ഇങ്ങനെ റോക്കറ്റ് നേരെ വിടും, ഒരു നടിയുടെ തലയിൽ ചെന്ന് വീഴും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേറൊരാളുടെ തലയിൽ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് അവരെ ഉന്നം വെച്ചിട്ട് റോക്കറ്റ് വീഴുമ്പോ ഒരു ലേഡിയുടെ പുറത്ത് തലയിൽ വന്ന് വീഴും. മതിലിനപ്പുറത്ത് അവസാനം അവരുടെ തലയിൽ നിന്ന് റോക്കറ്റ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കള്ളൻ അടിക്കാൻ ഓടിക്കും. പ്രിയങ്ക ആരാ അതെ? പ്രിയങ്ക റിയാസിനെ അറിയാം. പ്രിയങ്കടുത്ത് കുറച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയല്ലേ ഇത് ചോദിക്കുന്നേ? ചേട്ടാ പറയേ. അല്ല ഈ ഉത്തരം ഫിലോമിനാന്റെ അല്ല. ഫിലോമിനാന്റെ അല്ല. അല്ല ഫിലോമിന അല്ല. അതിനകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പെൺകുട്ടി അല്ല. അപ്പൊ പിന്നെ ആരായിരിക്കും? തെസ്നിഖാൻ. യെസ്. ഓർമ്മയില്ലേ യാസീൻ? ആ റോക്കറ്റ് ഉണ്ടാക്കി വിടുന്നത് അങ്ങനെ വീടിന്റെ മേളിൽ അമ്മ താഴെ ചെടി. അതെ, എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ മതിലിന്റെ മേളിലൂടെ ഒരു പേപ്പർ മാത്രം ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ലേഡി പോകുമ്പോ അവരുടെ തലയിൽ വന്ന് വീഴും. അത് എടുക്കാൻ പോണതും അവിടെ തല്ലു. അതന്നെ ചേട്ടൻ പിന്നെ അനുവേ ഒന്നും അല്ലടേ. അപ്പൊ സി തെസ്സിക്കാനെ ഞാൻ എടുത്തിട്ട് പൂട്ടുകയാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പാട്ടോ എന്തെങ്കിലും നമ്മുടെ പ്രിയങ്ക ഇത്രയും സഹായിച്ചില്ലേ, അപ്പം പ്രിയങ്കയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു തമിഴ് ഹിന്ദി സോങ് ഫോർ യു. एक प्यार का नगमा है, मौजों की रवानी है. एक प्यार का नगमा है, मौजों की रवानी है. जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है. एक प्यार का नगमा है, मौजों की रवानी है. जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है. ആ പെട്ടെന്ന് നിർത്തി കളഞ്ഞല്ലോ. അടിപൊളി, സൂപ്പർ ആയിരുന്നില്ല. അത് എല്ലാ ലേഡീസും ശബ്ദത്തിലാണ് പാടുന്നത്. ഇല്ല, മറ്റേത് പാടും, പക്ഷെ അത് ഒരു കണക്കിന് ഇങ്ങനെ പോവും ഇതിന്റെ കൂട്ടത്തില്. कुछ पाकर खोना है, कुछ पाकर खोना है, जीवन का मतलब तो आना जाना है. पल के जीवन से एक उम्र चुरानी है. जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है.
നമ്മുടെ ഇതിൽ പാറ്റ കൊണ്ട് ഇടുമല്ലേ? കാരണം ഒരു ഗാനമേളയ്ക്ക് വിളിച്ചാൽ മിമിക്രി, മെയിൽ സിംഗർ, ഫീമെയിൽ സിംഗർ, ഡാൻസ് ചെയ്യൂ. നിവൃത്തിയില്ലേ അതും ചെയ്യും. ഡാൻസേഴ്സ് ഇല്ലെങ്കിൽ അതും ചെയ്യും. ആടൽ പാടൽ. സി തെസ്നി ഖാനാണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. തെസ്നി ഖാൻ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി വീണ്ടും അക്കൗണ്ടിലോട്ട് കയറിയിരിക്കുകയാണ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്.